ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 4 ടീസ്പൂൺ ഇളം ചൂടുള്ള വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം, എന്നാലേ പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അത് പൊങ്ങി വരുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് ഊറ്റി വെക്കാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ പറയുന്ന അളവുകളൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വട്ടയപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചോറ് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ അളവൊന്നും കൂടിപ്പോവാണ്ട് നോക്കണേ. ചോറൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം ഒട്ടിയിരിക്കുള്ളൂ. ഇനി അതിലേക്ക് 1 ഗ്ലാസ്, ഈ ഗ്ലാസ്സിനാണ് ഞാൻ അരി അളന്നെടുത്തിട്ടുള്ളത്, അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് നാളികേരം ചെരുവിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പോർഷൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, അപ്പോഴേ നമ്മുടെ അപ്പത്തിന് നല്ലൊരു കളർ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആദ്യം ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടില്ല, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാട്ടോ അരച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായും കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. അതുപോലെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ്. ഇനി ഇതൊരു 3 മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരു ചൂടുള്ള സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും കേട്ടോ. ഞാൻ അടുപ്പിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ വട്ടയപ്പം റെഡിയാക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം കുറച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുന്ന പാത്രം ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ പാത്രം വെച്ചിട്ടാട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യാം. പൊങ്ങാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിൻ്റെ പകുതി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത് വരട്ടെ. ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വലുതും ചെറുതുമായ 2 വട്ടയപ്പാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നന്നായി തണുത്ത് വരണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കാൻ കേട്ടോ. ഒരു സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് ഇളക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെയ്യൊക്കെ തടവ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ രണ്ടും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്.
നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ്. അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ല, അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആട്ടോ. ഇത് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.